കേരളത്തിൽ തീർച്ചയായും ശ്രീ രാജേഷ്, ഞാനും താങ്കളും ഒക്കെ അതിനോട് യോജിക്കുന്നു. അതാണ് വിഷയം. പക്ഷേ ഈ വിഷയത്തിൽ നഴ്സുമാർ തന്നെ സമരത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ സമരം ചെയ്യുന്ന ആളുകളെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുകൂടി എന്തുകൊണ്ട് ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാകട്ടെ യുവജന പ്രസ്ഥാനങ്ങളാകട്ടെ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല? അല്ല, യുവമോർച്ച ഈ വിഷയത്തിൽ കൊല്ലത്ത് സമരം ചെയ്യുന്ന സംഘടനയുടെ ആൾക്കാർ, ശങ്കേഴ്സ് ആശുപത്രിയിലായാലും അവിടുത്തെ ആൾക്കാർ സമരം ചെയ്യുന്നവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അസീസിയ മെഡിക്കൽ കോളേജിന്റെ വിഷയം യുവമോർച്ച പഠിച്ച് ആ വിഷയം ഞങ്ങൾ പഠിക്കുകയാണ്. പക്ഷെ ഇവിടെ ഞങ്ങൾ കാണുന്ന അപകടകരമായ ഒരു സംഗതി, SDPI, NDF പോലുള്ള തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ ഈ സമരരംഗത്ത് കടന്നു കയറുന്നു എന്നുള്ള ഒരു അപകടകരമായ ഒരു വസ്തുത കൂടി പൊതു രാഷ്ട്രീയ പാർട്ടികളെ ഈ വിഷയത്തിൽ ഇടപെടുന്നതിൽ നിന്നും അകറ്റി നിർത്തുന്നു എന്നുള്ള ഖേദകരമായ. ശ്രീ രാജേഷ്, പൊതു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരുപക്ഷെ ഇടപെട്ടിട്ടില്ലെങ്കിൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ കടന്നു കയറിയേക്കാം, അതെനിക്കറിയില്ല. ശ്രീ ഷിബു ബേബി ജോൺ തൊഴിൽ മന്ത്രി ടെലിഫോൺ ലൈനിൽ. ശ്രീ ഷിബു ബേബി ജോൺ, നമ്മുടെ സംസ്ഥാനത്തെ നഴ്സുമാരുടെ തൊഴിൽ സാഹചര്യം വളരെ മോശമാണ് എന്ന പരാതി പല കോണുകളിൽ നിന്ന് ഉയരുന്നു. പല ആശുപത്രികളിലായി സമരം നടക്കുന്നു. അങ്ങനെ സമരം നടന്ന 2 ആശുപത്രികൾ, കൊല്ലം ശങ്കേഴ്സ് ആശുപത്രിയിലും കൊച്ചിയിലെ ഇടപ്പള്ളിയിലെ അമൃത ആശുപത്രിയിലും സമരം നടത്തിയ നഴ്സുമാർക്ക് നേരെ വലിയ തോതിലുള്ള ഗുണ്ട ആക്രമണം തന്നെ നടന്നു. ഇങ്ങനെ ഒരു തൊഴിൽ പ്രശ്നം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇടപെടാത്തത്? സംസ്ഥാന സർക്കാർ ഇടപെട്ടില്ലെന്ന് ആര് പറഞ്ഞു? കൊല്ലത്തും അമൃതയിലും ഒക്കെ ലേബർ ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ടിട്ടുണ്ട്. ചർച്ച, അതിന്റെ കൺസിലിയേഷൻ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അത് ഇടപെട്ടില്ലെന്ന് പറയുന്നത് തെറ്റ്. അന്നേരം തന്നെ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ആ ഇടപെടലുകളോട് 2 മാനേജ്മെന്റിന്റെ പ്രതിനിധികളോട് സംസാരിക്കുകയുണ്ടായി. അവർ പറയുന്നത് സമരത്തിന് നേതൃത്വം നൽകുന്നവരെ പുറത്താക്കിക്കൊണ്ടുള്ള ഒത്തുതീർപ്പല്ലാതെ ഒന്നുമില്ല എന്നുള്ളതാണ്. ഒരു വിഷയമുണ്ടായി, അതിൽ സമരം ചെയ്യുന്ന ആളുകളെ പുറത്താക്കും എന്ന നിലപാട് ചില മാനേജ്മെന്റുകൾ സ്വീകരിക്കുമ്പോൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്ന ആ നടപടി അത് അതിന്റേതായ അർത്ഥത്തിൽ പൂർണ്ണതയിൽ എത്തിക്കാൻ സാധിക്കുന്ന ഒന്നാണോ? ഇതൊരു കൺസിലിയേഷൻ പ്രോസസ്സാണ്. ലേബർ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം കൺസിലിയേഷൻ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് എൻഫോഴ്സ്മെന്റ് വിങ് ഇവരുടെ ഈ പറഞ്ഞിട്ടുള്ള ആനുകൂല്യം നിഷേധിക്കുന്നതിനെ കുറിച്ച് അന്വേഷിക്കും. കൺസിലിയേഷൻ പ്രോസസ്സിൽ പല ആവശ്യങ്ങൾ മാനേജ്മെന്റ് പറയും, പല ആവശ്യങ്ങൾ യൂണിയനുകൾ പറയും. അവിടെ അഭിപ്രായ സമന്വയം ഉണ്ടാക്കി ഒരു ധാരണ എത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രോസസ്സ്. പിന്നെ ഈ നഴ്സുമാരും അല്ലെങ്കിൽ തന്നെ ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫ്, മറ്റ് സ്റ്റാഫ്, ഡോക്ടേഴ്സ് ഒഴിച്ചുള്ള സ്റ്റാഫിന്റെ അതിദയനീയമായ സാഹചര്യത്തെ കുറിച്ച് ഗവൺമെന്റ് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടു. ഞാൻ തന്നെ 1 മാസം മുമ്പ് ഇത് പരസ്യമായി പറയുകയും കർശനമായ നടപടികൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തിരുന്നു. 1 മാസം മുമ്പ് പരസ്യമായിട്ടാണ് പറഞ്ഞത്. തീർച്ചയായും ലേബർ ഓഫീസർമാർ അല്ലെങ്കിൽ തൊഴിൽ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നുവെന്ന് താങ്കൾ പറയുമ്പോൾ തന്നെ സമരം ചെയ്യുന്ന ആളുകളെ മർദ്ദിക്കുക, ആക്രമിക്കുക, ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടുള്ള ഒന്നല്ല. അതിനെ നേരിടേണ്ട രീതിയിൽ തന്നെ നേരിടും എന്ന നിലപാട് പക്ഷേ സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചു കണ്ടില്ല. തീർച്ചയായിട്ടും അത് പോലീസ്, കൊല്ലത്തെ സംഭവം എനിക്കറിയാം, മൃതമായിട്ട് ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. അത് ലോ ആൻഡ് ഓർഡറിന്റെ അധികാരം പോലീസിനാണ്. പോലീസ് ആ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നു. നഴ്സുമാരുടെ സമരത്തിനോട് അവരുടെ ഡിമാൻഡുകൾ ന്യായമാണ്. അവർ ആവശ്യം 100% അംഗീകരിക്കേണ്ടതാണ്. ഇതെല്ലാം ശരിയാകുമ്പോൾ ഒരു ഗുരുതരമായ വീഴ്ച അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. ലേബർ ഡിപ്പാർട്ട്മെന്റ് അടക്കം ഞങ്ങൾക്ക് ഇടപെടാനുള്ള തടസ്സം നിൽക്കുന്നത് വ്യവസ്ഥാപിതമായ മാർഗത്തിൽ കൂടി നോട്ടീസ് നൽകി അല്ല പലയിടത്തും സമരം ചെയ്തിട്ടുള്ളത്. ഒരു വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം രാവിലെ സമരം ചെയ്തു കഴിഞ്ഞാൽ അത് ഇല്ലീഗൽ സ്ട്രൈക്കായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ മിനിസ്റ്റർ, അതിന് ഇടയാക്കിയ സാഹചര്യം ഈ സമര സംഘടനാ പ്രവർത്തനങ്ങൾ, നഴ്സുമാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നു. അവർ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു മെഡിക്കൽ കോളേജിലേക്ക് അല്ലെങ്കിൽ ഒരു ആശുപത്രിയിലേക്ക് വരുമ്പോൾ അവരുടെ നേതാക്കളെ ആകപ്പാടെ മർദ്ദിച്ച് അവശരാക്കി പുറത്തേക്ക് ഓടിക്കുക എന്ന തരത്തിലുള്ള സമീപനം വരുമ്പോൾ പെട്ടെന്ന് സ്വാഭാവികമായി നോട്ടീസ് നൽകി അല്ലാതെയുള്ള സമരത്തിലേക്ക് പോകുന്നതിന്റെ ഒരു സ്വാഭാവികത മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരു കാരണവശാലും ന്യായീകരിക്കാവുന്നതല്ല. പക്ഷേ ഞാൻ എന്റെ മറുവശവും കൂടെ, എന്തുകൊണ്ട് പൊതുസമൂഹം ചിലരെങ്കിലും എതിർക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രോഗികളായിട്ടുള്ളവർ ആകെ ബുദ്ധിമുട്ടിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതൊരു സേവന രംഗം കൂടിയാണ്. അന്നേരം നിയമാനുസൃതമായി നീങ്ങുകയാണെങ്കിൽ, വ്യവസ്ഥാപിതമായ മാർഗങ്ങളിൽ കൂടെ നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും 100% അവർ അംഗീകാരം ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെന്റ് അവരോടൊപ്പം നിൽക്കും. പക്ഷെ അവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാനും ഗവൺമെന്റ് ബാധ്യസ്ഥരാണ്. തീർച്ചയായും വളരെ നന്ദി മിനിസ്റ്റർ, താങ്കൾ പ്രതികരിച്ചതിന്. സജോയ് എന്ന പ്രേക്ഷകൻ ഇലഞ്ഞിയിൽ നിന്ന് പറഞ്ഞുകൊള്ളൂ. ശ്രീ സജോയ്. ഹലോ സാർ, ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്ത് വില മനസ്സിലാവാത്ത സേവനം ചെയ്യുന്നതാണ്.
അപ്പോൾ ഇങ്ങനെ വ്യക്തിഗത സേവനം ചെയ്യുന്ന കേസുമാർ അവര് ിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് ഗവൺമെന്റ് തൊഴിൽ ഫലപ്രദമായി ഇടപെടും. അതോടൊപ്പം തന്നെ നമ്മളെ ആശ്വസിക്കുന്ന ഏറ്റവും അവസ്ഥ എന്താണെന്ന് ചോദിച്ചു സ്നേഹത്തിനും കാരുണ്യത്തിനും ഒക്കെ അതോരാതെ സംസാരിക്കുന്ന കപട ആത്മീയവാദികൾ ഒക്കെ എതിർത്ത് വളരെ നന്ദി ശ്രീ സജോയ്, താങ്കൾ അഭിപ്രായം രേഖപ്പെടുത്തിയത്. ശ്രീ ജാസ്മിൻ ഷാ, വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട് സമരത്തെക്കുറിച്ച്. ഒന്ന്, വ്യവസ്ഥാപിത മാർഗങ്ങളിലൂടെ അല്ലാതെ സമരം ചെയ്യുന്നു. നഴ്സുമാർ അങ്ങനെ ഒരു സമരം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് രോഗികളെ സംബന്ധിച്ചാണ്. ആളുകളുടെ ജീവൻ തന്നെ വെച്ചുകൊണ്ടുള്ള ഒരു വിലപേശലായി അത് വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാഹചര്യമുണ്ട്. രണ്ട്, തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ സാന്നിധ്യം നിങ്ങളുടെ സമരത്തിലുണ്ട് എന്ന് യുവമോർച്ചയെ പോലുള്ള സംഘടനകൾ ആരോപിക്കുന്നു. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഇന്ന് അമൃത ഹോസ്പിറ്റലിൽ നടക്കുന്ന ഞങ്ങളുടെ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ സമരം നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. അവിടുത്തെ പൊതുജനങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് എത്തിച്ചു തന്നത് 2 കിലോ പഴം, 2 കൊല പഴം, അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ, അവർക്ക് കുടിക്കാനുള്ള ആഹാര പദാർത്ഥങ്ങൾ, അതുപോലെ അവിടുത്തെ ഓട്ടോ ടാക്സി യൂണിയൻ തൊഴിലാളികൾ, അവിടുത്തെ സാമാന്യ എല്ലാവിധ ജനങ്ങളും ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇപ്പോൾ അമൃത ഹോസ്പിറ്റലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഒരു മന്ത്രി നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ഞങ്ങളുടെ സംഘടന ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരു വ്യവസ്ഥാപിതമായ ഒരു മാർഗം കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇവർ ഇതിന് മുന്നേ ഇടപെട്ടില്ല? ഞങ്ങളെ ഒരു സമരപാതയിലേക്ക് എന്തിന് ഈ പറയുന്ന അധികാരിവർഗം തള്ളിവിട്ടു? തീർച്ചയായും അതാണ്. ടി വി രാജേഷ് എംഎൽഎ, ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ടെലിഫോണിൽ. ശ്രീ ടി വി രാജേഷ്, ഡിവൈഎഫ്ഐ പൊതുവെയുള്ള സാമൂഹിക പ്രശ്നങ്ങളിലൊക്കെ തീക്ഷ്ണമായി ഇടപെടൽ നടത്തുന്ന പ്രസ്ഥാനമാണ്. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ പോലും കേരളത്തിലടക്കം പ്രതികരിക്കുന്നു. പക്ഷേ നഴ്സുമാരുടെ തൊഴിൽ ചൂഷണം അത് വളരെ രൂക്ഷമാണ് എന്ന് മാത്രമല്ല, അവർ സമരരംഗത്തേക്ക് പോയപ്പോൾ അവരെ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം പോലും ഉണ്ടായിട്ടും ഇവിടെയുള്ള യുവജന സംഘടനകൾ, വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും ഒരക്ഷരവും മിണ്ടാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ശ്രീ അഭിലാഷ് പറഞ്ഞത് പൂർണ്ണമായും ശരിയല്ല. ഇന്നലെ ടി രാജീവ് എംപിയും ഡിവൈഎഫ്ഐയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിലും അവിടെ പോവുകയും നഴ്സിംഗ് സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ 9:30 മണിക്ക് അമൃത ഹോസ്പിറ്റലിന് മുന്നിൽ സമരം നടത്തുന്ന നഴ്സുമാരെ ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. അവരുടെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് നഴ്സുമാരുടെ സേവന വേതന വ്യവസ്ഥ അംഗീകരിച്ചതാണ്. അതുപോലെ നടപ്പിലാക്കാൻ അമൃത ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, അവിടെ യുണൈറ്റഡ് നഴ്സിംഗ് അസോസിയേഷന്റെ ഭാരവാഹികളെ ചർച്ചയ്ക്ക് വിളിച്ച് അവരുടെ സംസ്ഥാന നേതാക്കന്മാർ അവിടെ ചർച്ചയ്ക്ക് വന്നപ്പോ ഗുണ്ടകൾ ഉപയോഗിച്ച് അവിടെ കൈകാര്യം ചെയ്യുന്ന ഒരു കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവം അവിടെ നടന്നിരിക്കുകയാണ്. തീർച്ചയായും ശ്രീ ശിവരാജ്, ഞാൻ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ജനപ്രതിനിധികൾ ഇടപെട്ട് സംസാരിച്ചു, താങ്കൾ സൂചിപ്പിച്ചതുപോലെ. പക്ഷേ ആ സംസാരത്തിനിടയിൽ പോലും, ആ സംസാരത്തിന് ശേഷവും മാനേജ്മെന്റ് എടുക്കുന്ന നിലപാട് സമരത്തിന് നേതൃത്വം നൽകിയ ആളുകളെ പുറത്താക്കും, അതല്ലാതെ യാതൊരു ഓപ്ഷനുമില്ല എന്നുള്ളതാണ്. അങ്ങനെ ധാർഷ്ട്യം മാനേജ്മെന്റിന്റെ ഭാഗമായി കാണിച്ചിട്ടും അവർ പൊതുസമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെടാത്തത് എന്തുകൊണ്ട് എന്നുള്ളതാണ്. ആ സമരപന്തലിലേക്ക് ഒരു അഭിവാദ്യ പ്രകടനം പോലും നടത്താൻ ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ ഒരു യുവജന സംഘടന പോലും തയ്യാറായില്ല എന്നുള്ളത്. ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ നിലപാട് അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആശുപത്രി മാനേജ്മെന്റ്, പ്രത്യേകിച്ചും ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ബഹുമാന്യയായ അമ്മയുടെ നാമധേയത്തിലുള്ള, അമ്മയുടെ നിയന്ത്രണത്തിലുള്ള ഒരു മാനേജ്മെന്റിന്റെ ഒരു ആശുപത്രിയാണ്. സ്വാഭാവികമായും അത്തരമൊരു മാനേജ്മെന്റിന് ഭൂഷണമായ രീതിയിലല്ല അവിടുത്തെ ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഡൽഹിയിൽ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ മലയാളി നഴ്സുമാർക്ക് സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവിടെ പോലും നഴ്സിംഗ് അസോസിയേഷൻ നേതാക്കന്മാരെ ചർച്ചയ്ക്ക് വിളിച്ച് ഗുണ്ടകൾ ഉപയോഗിച്ച് ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല. ഇത് കേരളമാണ്. ഇതൊരു കാരണവശാലും അനുവദിക്കാൻ വേണ്ടി കഴിയില്ല. ഞാൻ അവിടെ നഴ്സിംഗ് സമരം ചെയ്യുന്ന നഴ്സുമാർക്ക് നൽകിയിട്ടുള്ള ഒരു ഉറപ്പുണ്ട്. ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നാളെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും കാണും. ഈ കാര്യത്തിൽ അനുഭവപൂർണമായ ഒരു നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ അമൃതാനന്ദമയി മഠം ഈ വിഷയത്തിൽ ഇടപെടണം. ഇത്തരത്തിൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അത് ശരിയല്ല. അത് ആ മാനേജ്മെന്റിന് ഗുരുതരമായ ഭവിഷ്യത്ത് ക്ഷണിച്ചു വരുത്തുകയുള്ളൂ എന്ന് അവർ ചിന്തിക്കണം. അവർ വിവേകപൂർണമായ ഒരു നിലപാട് സ്വീകരിക്കണം. സമരം ചെയ്യുന്ന നേഴ്സുമാർ അവരുടെ ആവശ്യങ്ങൾ തീർച്ചയായും താങ്കളുടെ നിലപാട്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ബാബുരാജ് എന്ന പ്രേക്ഷകൻ കോഴിക്കോട് നിന്ന് പറഞ്ഞോളൂ. ശ്രീ ബാബുരാജ്. അല്ല, ഈ സമരം ചെയ്യുന്നവരെ പുറത്താക്കുന്നതൊക്കെ പറയുമ്പേ ഇത് കേരളമാണെന്നുള്ളത് ഈ ഇവരെ ഹോസ്പിറ്റലിൽ മനസ്സിലാക്കണം. നേഴ്സുമാരുടെ സമരം പരാജയപ്പെട്ടാൽ അത് തെറ്റായ സന്ദേശം ചെയ്യുന്നില്ല.
വളരെ നന്ദി ശ്രീ ബാബുരാജ്. താങ്കൾ കോഴിക്കോട് നിന്ന് വിളിച്ചതിന് ഒരു ഇടവേള അത്യാവശ്യമായിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ ചർച്ചകളിലേക്ക് പോകാം.